പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്. പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ 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 എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ഉണ്ടായ സമയത്ത് വയറ്റിലുണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയാൻ, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു. അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കണ്ട. കാരണം ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല. ഫിറോസ് ഖാൻ സജ്ന ദമ്പതികളെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മലയാളികൾക്ക് സുപരിചിതമായ താരങ്ങളാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം അവർ ഈ ബിഗ് ബോസ് സീസൺ 3 മത്സരാർത്ഥികളാണ്. കപ്പിൾസായിട്ടാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. അതിന് ശേഷം തീർച്ചയായിട്ടും മലയാളികൾ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. കാരണം അതിനകത്ത് വളരെ നല്ല ഒരു മത്സരം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. അതിനുശേഷം തീർച്ചയായിട്ടും അവർക്ക് നല്ല റീച്ചും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളായാലും പരിപാടികളായാലും മറ്റു പ്രോഗ്രാമുകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഫിറോസ് ഖാനെ ആയാലും സജ്നയെ ആയാലും നമ്മളെല്ലാം കണ്ടത്. എന്നാൽ ഈ അടുത്തിടെ അവർ തമ്മിൽ വേറെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഒരു റൂമർ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. അവർ തമ്മിൽ പ്രണയത്തിലാണ് സജ്നയുമായിട്ട് എന്നുള്ള റൂമറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് ശേഷം, അതൊരു ലൈവിൽ തന്നെ വന്നതിന് ശേഷം സജ്ന തന്നെയാണ് ആ ഒരു കാര്യം പ്രേക്ഷകരോട് സമ്മതിച്ചത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ആ ഒരു സമയത്ത് ഫിറോസ് ഖാൻ ഇപ്പോൾ ലൈവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കർമ്മ എന്ന് പറയുന്നത് എത്ര വലിയവനായാലും തീർച്ചയായിട്ടും തിരിച്ചടിക്കുക തന്നെ ചെയ്യും. മൗനമായിട്ടിരിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടോ പേടിച്ചിട്ടോ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഫിറോസ് ഖാൻ ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം സജ്ന ഇപ്പോൾ ഒരു ലൈവുമായിട്ട് വന്നിരിക്കുകയാണ്. ആ വീഡിയോ നമുക്ക് അവസാനം കാണാം. നമുക്ക് ആദ്യമായിട്ട് സജ്നയുടെ ഇപ്പോഴത്തെ വീഡിയോ നമുക്ക് കാണാം. അതിൽ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഫിറോസ് ഖാനെതിരെ പറഞ്ഞിരിക്കുന്നത്. സെക്ഷലായിട്ടും മറ്റും ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗത്യന്തരമില്ലാതെ പേടിച്ചിട്ടാണ് ഞാൻ ഇന്ന് വരെ ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഒന്നും പറയാതിരുന്നത്. മക്കളെ ആലോചിച്ചിട്ടാണ്. ഇനി മൂടിവെക്കാൻ വേണ്ടി പറ്റുകയില്ല. കർമ്മ എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സജ്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈവിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം. അതിനുശേഷം നമ്മളെ ഫിറോസ് ഖാൻ്റെ ആ ഒരു മറുപടിയും നമുക്ക് കാണാം. പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്. പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ 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 എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിൻ്റെ അടുത്ത്, കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നത്തിൽ എന്നിട്ടും ഞാൻ സഹിച്ചു നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ്, എൻ്റെ രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നൻ്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വേറെ. അപ്പോൾ സജ്ന പറയുകയാണ്, തീർച്ചയായിട്ടും രണ്ടാമത്തൊരു കല്യാണമാണ് സജ്നയുടേത്. എല്ലാവർക്കും അറിയാമായിരിക്കും, സെക്കൻഡ് മാരേജ് ആണ്. ആ ഒരു സമയത്ത് സജ്നക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫിറോസ് ഖാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഫിറോസ് ഖാൻ കല്യാണം കഴിച്ചത്. പക്ഷേ എങ്കിലും സ്വന്തം മകളായിട്ട് ഞാൻ അതിനെ കാണാമെന്നെല്ലാം പറഞ്ഞ് സ്നേഹിച്ച് മോഹിപ്പിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിച്ച് 2 മാസം തികയുന്നതോടുകൂടി തന്നെ ഫിറോസ് ഖാൻ്റെ സ്വഭാവം മാറുകയാണ്. കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെന്ന് വീട്ടുകാരോട് പറയുന്ന സമയത്ത് വീട്ടുകാർ പറയുകയാണ്, പുതുമോടിയല്ലേ, എല്ലാം സഹിച്ച് കുറച്ച് അവിടെ നിൽക്കണമെന്ന് പറയുന്നു. അതിനുശേഷം 2-3 മാസം കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ സജ്ന രണ്ടാമതും പ്രഗ്നൻ്റ് ആവുകയാണ്. ആ സമയത്ത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് സജ്ന പറയുകയാണ്. പ്രധാനപ്പെട്ട കാരണം ആദ്യത്തെ കുട്ടിക്ക് 2.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ എന്നിട്ടും എനിക്ക് കുട്ടികൾ വേണമെന്നും
തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഡിപ്രഷണൽ സ്റ്റേജിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്, എല്ലാം ശരിയാവും എന്നെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും സജിന അതിന് വില്ലിങ് ആവുന്നു എന്നാണ് സജിന പറയുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാം. പ്രഗ്നൻ്റ് ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോനുണ്ടായ സമയത്തെ വയറ്റിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയും. എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം അനുഭവിക്കുന്നവർക്കേ ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സജിന പറയുകയാണ് ടോർച്ചറിങ് ആയിരുന്നു അതിനുശേഷം എന്ന് പറയുന്നു. യാതൊരു കാരണവശാലും കുട്ടിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതിന് പോലും ഫിറോസ് ഖാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കുട്ടിയെ കാണാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. ആ കുട്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ സുഖപ്രദമായിട്ട് മുന്നോട്ട് പോയേനെ എന്നുവരെ ഒരു ആവർത്തി ഫിറോസ് ഖാൻ സജിനയോട് പറഞ്ഞു എന്നാണ് സജിന പറയുന്നത്. ചില രാത്രികളിൽ പുതപ്പിട്ടിട്ട് തീർച്ചയായിട്ടും അതിനുള്ളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലേക്ക് പോലും ഞാൻ പോയിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ ജീവിച്ചു വരുന്നവർക്ക് മാത്രമേ ഇത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ ഇതിനെ കളിയാക്കി ചിരിച്ചേക്കാം, തീർച്ചയായിട്ടും എന്തിനാണ് രണ്ടാമതൊരു വിവാഹത്തിന് പോയത് എന്നൊക്കെ ചോദിക്കാം എന്നൊക്കെ സജിന പറയുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അത്തരം വേദന മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല തീർച്ചയായിട്ടും സജിന ഈ വിവാഹമോചനത്തിലേക്ക് പോയത്. ഈ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം 2023 ഡിസംബറിലാണ് ഈ സജിന അതുപോലെ തന്നെ ഫിറോസ് ഖാൻ ദമ്പതികൾ വിവാഹമോചിതരാകുന്നത്. അതിനുശേഷം വലിയൊരു റെസ്പെക്റ്റ് എനിക്ക് ഈ ഒരു കപ്പിൾസിനോട് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ചാനലിലോ ഒരു ഇൻ്റർവ്യൂവിലോ വന്നുകൊണ്ട് മോശമായ ഒരു വാക്ക് പോലും ഫിറോസ് ഖാൻ ആയാലും സജിനയായും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതായിരുന്നു സത്യം. പക്ഷേ അതൊന്നുമല്ല സത്യം. എന്തുകൊണ്ടാണ് ഫിറോസ് ഖാനും അതുപോലെ തന്നെ സജിനയും വേർപിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം സജിന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാം. എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയത്തില്ല. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിനെ ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ. എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്കറിയായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാനൊരു 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പം ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പം ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് ചാനലിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിൻ്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞത് ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ലേ, റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്തും ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം. പുള്ളി ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു, കഥ തുറന്നു കൊടുത്തു.
ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമ്മയുടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയി പോയോ എനിക്കറിയില്ല, ഞാൻ എൻ്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കണ്ട, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിലൊരു വലിയ പാടുണ്ടായിരുന്നു, 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ ഹോസ്പിറ്റലിൽ. ഒന്നാമതായിട്ടുള്ള ഒരു കേസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് സജിന കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സെക്ഷലായിട്ട് ഒരു സ്ത്രീയോട് രാത്രികാലങ്ങൾ സംസാരിക്കുന്നത് പിടിക്കപ്പെടുന്നു. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് സജിന യാതൊരു ഗത്യന്തരവുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവസാനം കൈമുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ സഹോദരി വരികയാണ്. 23 സ്റ്റിച്ചൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്ര വലിയൊരു മുറിവായിരിക്കും ആ സ്ത്രീയുടെ കയ്യിലുണ്ടായത്. അത്രയും വേദന അനുഭവിച്ചത് കൊണ്ട് മാത്രമായിരിക്കണം അത്തരത്തിൽപ്പെട്ട ഒരു നടപടി ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്രയും ഫിറോസ് ഖാനെ ആ സഹോദരി സ്നേഹിച്ചിരുന്നു. രണ്ടാമത്തെ വിവാഹമാണെങ്കിലും തീർച്ചയായിട്ടും ഒന്നാമത്തെ വിവാഹത്തിലും പരാജയപ്പെട്ട സജിന രണ്ടാമത്തെ വിവാഹത്തിലും പരാജയപ്പെടും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നീങ്ങിയത്. അതിനുശേഷം വീണ്ടും ഇവർ രണ്ടും ഒന്നിക്കുകയാണ്. കാരണങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറഞ്ഞു പറഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും സജിന വീണ്ടും ഫിറോസ് ഖാനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. മൂന്നാമതും അവർ നന്നാവുന്നു. വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നു. നമുക്കതുകൂടി കേൾക്കാം. സമാധാനം, അതെല്ലാം കാര്യം. എനിക്ക് തോന്നുന്നു ആ പാട് ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിന്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം. ആ വലിയ ബിഗ് ബോസിന്റെ സമയത്ത് ഞാൻ കൈമുറിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. അത് ഞാൻ വേറൊരു വിഷയം എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതാണ് വിഷയം. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലിയായിട്ട് കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പിന്നെയും പോന്നു. 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വെച്ച് ഞാൻ പോക്കുക. ആ സമയത്ത് ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ചതിക്കരുത്, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പെണ്ണിന്റെ കാല് പിടിച്ചു. ആ പെണ്ണ് കുറേ ഇയാളെ പ്രായി, ഇയാളെ മക്കളെ പ്രായി, അവള് പറയുന്നത് നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞ് ഇയാളെ കുറെ പ്രാഗിയായിരുന്നു. ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരെ ആരെയും ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മളും കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നമ്മൾക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്തോളൂ, സജിന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി. കുറേ കാര്യങ്ങൾ വന്ന് അവിടെ നിന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ ഇതാക്കുന്നു, അവനെ വിളിച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചേർക്കുന്നു, ആ പെൺകൊച്ചിനുമായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് എടുക്കുന്നു. അവരുമായിട്ട് സംസാരങ്ങളായി. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വഴക്കായി. ഞാൻ ഇങ്ങനെ ലൈഫിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കൈ മുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടായി വന്നിരിക്കുകയാണ്, എന്നെ ദയവ് ചെയ്ത് അതൊന്ന് എൻ്റെ ലൈഫ് നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ അടുത്ത് കരഞ്ഞു. ആ കൊച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സോറി ചെയ്താൽ ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ കൊച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് വിട്ടു. അങ്ങനെ അവിടെ നിന്നും സജിന പറയുന്നുണ്ട്, തീരെ സംശയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സജിന ഒരു സംശയത്തിൻ്റെ ഒരു നിഴലിലാണ് ഫിറോസ് ഖാനെ അതിനുശേഷം വീക്ഷിച്ചിരുന്നത് എന്ന് തന്നെയാണ് സജിനയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ ഫ്രണ്ട്സുകളെല്ലാം തന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റാണ് മൂന്നാമത്തെ ആൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അങ്ങനെയും അത് പിടിക്കുന്നു. ആ സ്ത്രീയുടെ കാല് പിടിച്ച് കരയുന്നു, ഞാൻ കൈമുറിച്ച പെണ്ണാണെന്ന് പറയുന്നു, എനിക്ക് 2 മക്കളുണ്ട് എന്ന് പറയുന്നു, ഒരു കൈക്കുഞ്ഞുണ്ട് എന്ന് പറയുന്നു. അവസാനം കേണപേക്ഷിച്ച് പറഞ്ഞപ്പോൾ ആ ഫിറോസ് ഖാനെയും കുട്ടികളെയും എല്ലാം പ്രാഗിക്കൊണ്ട് അവസാനം ആ സ്ത്രീയും ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു. വീണ്ടും ഫിറോസ് ഖാനെ നമ്മുടെ സജിനയ്ക്ക് സ്വന്തമാകുന്നു. അങ്ങനെ മൂന്നാമത്തെ കേസും തീർച്ചയായിട്ടും സജിന പിടിക്കപ്പെടുന്നു. അവിടെയും സജിന തോൽക്കപ്പെടുകയാണ്. നിങ്ങളാരും വിചാരിക്കേണ്ട, ഇത്തരം ഒരു പരിപാടികൾ കൊണ്ട് നമ്മുടെ ഫിറോസ് ഖാൻ തീർച്ചയായിട്ടും ഈ പരിപാടികളെല്ലാം നിർത്തി നന്നായി എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ഇനി അവസാനത്തെ ഒരു സംഭവം കണ്ണിന് നേരിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. ഈ രണ്ടാമത്തെ കേസൊക്കെ പറഞ്ഞ തീർച്ചയായിട്ടും ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടും ഫോൺ ചെയ്തിട്ടും ആ ഫോൺ റെക്കോർഡ് പിടിക്കപ്പെട്ടിട്ടുമുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് ലാസ്റ്റിലത്തത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. അതും ഒരു പരിപാടിക്ക് പോയ സമയത്ത്, അതും ഒരു മിററിൽ നേരിട്ട് അത്തരം വൃത്തികെട്ട ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സജിന ലൈവായിട്ട് കാണുകയാണ്. നമുക്ക് സഹോദരിയുടെ വാക്കുകൾ കേൾക്കാം. ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്തെങ്കിലും നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡന്റ്
എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പം ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ആ ബാത്റൂമിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ അത് എനിക്ക് അവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്ന രീതി. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. ഇതെന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്കായിട്ട് പെട്ടെന്ന് ചാടിപ്പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കുടിച്ച് കിടന്നു. അവർ അതായത് കെട്ടിപ്പിടി ഫ്രഞ്ച് അടിച്ചുകൊണ്ടിരിക്കുക. പങ്കെടുത്തൊരു പ്രോഗ്രാമിലാണ്, തെളിവടക്കമാണ് സജിന ഇത് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നടന്നത് തന്നെ ആയിരിക്കും. കാരണം അത്രയും ആൾക്കാർ ആ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചാണ് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. സജിന മാത്രമല്ല, അവിടെ സഹമത്സരാർത്ഥികളായ ഇവരെല്ലാവരും അത് നേരിട്ട് കണ്ടു. അവിടെ സംഭവം പ്രശ്നമാവുന്നു. അവിടെ നിന്നിട്ട് ആ ഒരു പ്രായപൂർത്തി പോലും ആകാത്തൊരു സഹോദരിയുമായിട്ടാണ് വൃത്തികെട്ട രീതിയിൽ കണ്ണാടിയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അവിടെ നിന്നും സജിന ഇറങ്ങിപ്പോവുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരുപാട് വിഷമതകൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ ജീവിച്ചു തീർത്തു. എന്നിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജീവിതം തട്ടിമുട്ടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഒരു നിവൃത്തിയുമില്ലാതെ വന്ന സമയത്താണ് സജിന ഫിറോസ് ഖാൻ ദമ്പതികൾ വിവാഹമോചിതരായത്. പക്ഷേ അതിനുശേഷമാണ് ഈ അടുത്തിടെ ഞാൻ പറഞ്ഞതുപോലെ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. അതിനുശേഷം സജിന ലൈവിൽ വന്ന സമയത്താണ് ഞങ്ങൾ തീർച്ചയായിട്ടും വിവാഹമോചിതരാണ്, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാർക്കും ഇല്ലാത്ത താല്പര്യം എന്തിനാണ് പൊതുജനങ്ങൾക്ക്, റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തി 2022 മോചിതരായ 23 ഇവർ വിവാഹമോചിതരായെങ്കിൽ 22 തന്നെ ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്നും അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് സമ്മതിക്കുന്ന രീതിയിലായിപ്പോയി നമ്മുടെ അവരുടെ ലൈവ് പോയത്. തീർച്ചയായിട്ടും ആ ലൈവിലാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ ലൈവെല്ലാം പുറത്ത് വന്നതിന് ശേഷം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ തീർച്ചയായിട്ടും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വീണ്ടും എനിക്ക് വിശ്വാസം വന്നിരിക്കുകയാണ്. ദൈവവിശ്വാസം 2-3 കൊല്ലമായിട്ടില്ലായിരുന്നു എന്നും ഇപ്പോൾ വീണ്ടും ദൈവവിശ്വാസം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസ് ഖാൻ ഒരു ലൈവിൽ മറുപടിയുമായിട്ട് വന്നു. നമുക്ക് ആ മറുപടിയോട് കൂടി വീഡിയോ അവസാനിപ്പിക്കാം. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാൻ അങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ കയ്യിൽ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഫിറോസ് ഖാൻ ഇതിന് മറുപടിയുമായിട്ട് വന്നത്. ആ മറുപടി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എത്ര വലിയ പണക്കാരനായാലും, എത്ര വലിയ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ആളാണെങ്കിലും തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വീണ്ടും ഞാനൊരു ദൈവവിശ്വാസിയായി മാറി എന്നാണ് നമ്മുടെ ഫിറോസ് ഖാൻ ഇപ്പോൾ പറയുന്നത്.